Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കക്ക ഇറച്ചി കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് കക്ക ഇറച്ചി കിട്ടിയായിരുന്നു. ഞാൻ ഇതുവരെ കക്ക ഇറച്ചി ഉപയോഗിച്ച് കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റെസിപ്പിയൊക്കെ നോക്കി ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നന്നായി വന്നപ്പോൾ ഞാനത് ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കക്കയിറച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഈ കക്കയിറച്ചി അതിലേക്ക് ഇട്ടിട്ട് ഒരു 90% കുക്കാവുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കരിവേപ്പില ഇട്ടൊന്ന് നമുക്ക് പൊട്ടിക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ സവാളയും ചെറിയുള്ളിയും പച്ചമുളകും കൂടി ചേർക്കാം. ഇതൊക്കെ ഒന്ന് കളറ് മാറണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഞാനൊരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് കുക്കായി വന്നാൽ നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.